അടുത്ത ചാപ്റ്റർ 5 കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഈ കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റി 2 പാർട്ടായിട്ടാണ് ഈ ചാപ്റ്റർ. ഫസ്റ്റ് ഭാഗം കണ്ടിന്യൂറ്റി. അപ്പോൾ നമുക്ക് കണ്ടിന്യൂറ്റി നോക്കാം. ഇതിനകത്ത് 2 എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഒന്നൊരു കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്, മറ്റേതൊരു കണ്ടിന്യൂസ് അല്ലാത്ത ഫംഗ്ഷനാണ്. അപ്പോൾ ഗ്രാഫ് നോക്കുമ്പോഴേ അറിയാം. ഇവിടുന്ന് പടം വരയ്ക്കാൻ തുടങ്ങിയാൽ, പേനയുടെ ടിപ്പ് ഇവിടെ കുത്തി നമ്മൾ ഈ പടം വരയ്ക്കാൻ തുടങ്ങിയാൽ പേന എടുക്കാതെ നമുക്ക് ഈ പടം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം അങ്ങനത്തെ ഫങ്ഷൻസിനെ വിളിക്കുന്ന പേരാണ് കണ്ടിന്യൂസ് ഫങ്ഷൻ. അതേസമയം ഈ പടത്തിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എപ്പോഴും നമ്മൾ വരയ്ക്കുന്നത്. ഇവിടുന്ന് നമ്മൾ വരച്ച് വരുവാണെങ്കിൽ ഇവിടുന്ന് പേന ലിഫ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ട് വെച്ചാലേ നമുക്കിത് ബാക്കി വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഒരു ഡിസ്കണ്ടിന്യൂറ്റി വന്നു. പേന ലിഫ്റ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി വന്നു. അപ്പം നമുക്കറിയാം ഈ ഡിസ്കണ്ടിന്യൂറ്റി വന്നത് എവിടെയാണ്? എക്സ് ആക്സിലെ പോയിൻറ്റ്സിലാണ് നമ്മളത് ഡിഫൈൻ ചെയ്യുന്നത്. എക്സ് ആക്സിസ് ആണല്ലോ ഡൊമെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡൊമെയിനിലെ പോയിൻറ്റ്സിലാണ് നമ്മൾ കണ്ടിന്യൂസ് ആണോ ഡിസ്കണ്ടിന്യൂസ് ആണോ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഡൊമെയിനിൽ 3 എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ നേരെ വന്നപ്പോഴാണ് നമുക്ക് പേന ലിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നത്. അപ്പം 3 എന്ന് പറയുന്ന പോയിൻറ്റിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് നമ്മൾ പറയും. ഇനി 3യുടെ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമ്മുടെ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. ഇവിടെ ബ്രേക്ക് ഒന്നും വരുന്നില്ല. 3യുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിലും ഇവിടെ ഗ്രാഫിൽ ബ്രേക്ക് ഒന്നും വരുന്നില്ല. ഇനി ഇപ്പം നമ്മൾ പറയും 3യുടെ ലെഫ്റ്റ് സൈഡിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്, 3യുടെ റൈറ്റ് സൈഡിലും ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. 3യുടെ റൈറ്റ് സൈഡിലും ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്, പക്ഷേ 3യിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി ജനറലായിട്ട് പറയുവാണെങ്കിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് അല്ല. എത്ര ഡിസ്കണ്ടിന്യൂറ്റീസ് ഉണ്ട് ഇവിടെ? 3യിൽ മാത്രമേ ഉള്ളൂ ഡിസ്കണ്ടിന്യൂറ്റി. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം -∞ മുതൽ 3 വരെ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. 3 തൊട്ട് ഇൻഫിനിറ്റി വരെ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. പക്ഷേ അറ്റ് x = 3 ഫങ്ഷൻ ഈസ് ഡിസ്കണ്ടിന്യൂസ്. അപ്പം അറ്റ് 3യിലാണ് ഫങ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആവുന്നത്. 3യുടെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. ഇനി 3യുടെ ലെഫ്റ്റിലുള്ളൊരു പോയിൻ്റ് 2 എടുക്കുകയാണെങ്കിൽ ഈ 2വിൻ്റെ ആ ഒരു റീജിയനിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ പേന ലിഫ്റ്റ് ചെയ്യാതെ നമുക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ 2ൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്, 1ൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. അങ്ങനെ ഇങ്ങോട്ടേക്ക് എല്ലാ പോയിൻറ്റ്സിലും -1 നോക്കുകയാണെങ്കിൽ അവിടെയും ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ 3യുടെ ലെഫ്റ്റിലേക്കുള്ള എല്ലാ പോയിൻറ്റ്സിനും ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. അതായത് -∞ മുതൽ 3 വരെ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. ഇനി 3യുടെ റൈറ്റ് സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 4ൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്, 5ൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പം 3യുടെ റൈറ്റ് സൈഡിലേക്ക് ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ്. അപ്പോൾ 3 ഇൻഫിനിറ്റിയിൽ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് പറയാൻ പറ്റും. പക്ഷേ 3യിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് അല്ല. ഇനി ഇവിടെ x² നോക്കുകയാണെങ്കിൽ, ഇനി ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫങ്ഷൻ ഈസ് നോട്ട് കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. എവിടെയാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്? 3 എന്ന് പറയുന്ന പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. നമ്മൾ ഈ ഇൻ്റർവെലിനെ സ്പ്ലിറ്റ് ചെയ്താലാണ് ഇവിടെയും കണ്ടിന്യൂസ് പറയുന്നത്. പക്ഷേ ഓവറോൾ ഫങ്ഷൻ എടുക്കുകയാണെങ്കിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഈ x² എന്ന് പറയുന്ന ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. 0യിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണോ? ആണ്. കാരണം 0യിൽ ബ്രേക്ക് ഒന്നും വരുന്നില്ല. 1ൽ കണ്ടിന്യൂസ് ആണോ? ആണ്. 1ൽ ബ്രേക്ക് ഒന്നും വരുന്നില്ല. 2ൽ കണ്ടിന്യൂസ് ആണോ? 2ൽ ബ്രേക്ക് ഒന്നും വരുന്നില്ല. അതായത് എൻറ്റയർ ഡൊമെയിനിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണ്. നമുക്ക് എന്ത് പറയാം? ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റും. ഇനി നമ്മൾ തിയറിറ്റിക്കലായിട്ട് ഡെഫിനിഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഫങ്ഷൻ എഫ് ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് അറ്റ് സി. ഡൊമെയിനിലെ ഒരു പോയിൻ്റാണ് സി എന്ന് പറയുന്ന പോയിന്റിൽ ഫങ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? ലിമിറ്റ് x→c f(x) = f(c). എക്സ് സിയിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫങ്ഷൻ f(c)യിലേക്കാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഫങ്ഷൻ ഈസ് കണ്ടിന്യൂസ് എന്ന് നമ്മൾ പറയും. അപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ഇത്രയും ഡീപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണമെന്നില്ല. ജസ്റ്റ് പ്രോബ്ലം ചെയ്താൽ മതി. ഇത് ഇൻട്രൊഡക്ഷന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യുന്നതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി.
അപ്പോൾ ഇവിടെ ഡെഫിനിഷൻ പറയുന്നത് അറ്റ് സിയിൽ കണ്ടിന്യൂസ് ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. ഇപ്പോൾ 2 എന്ന് പറയുന്ന പോയിൻറ്റ് നമുക്കറിയാം 2ൻ്റെ സ്ക്വയർ 4 ആണ്. 2ൻ്റെ സ്ക്വയർ 4 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2ൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സി എന്ന് പറയുന്നത് ഇവിടെ 2 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ 2ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആവണം. എഫ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് 2 ആണ്. ഇവിടെ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് 2 സ്ക്വയർ ആണ്, അത് 4 ആണെന്ന് നമുക്കറിയാം. ഇനി ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് 2 ആവണം, അതായത് 4 ആവണം. എന്നാൽ മാത്രമേ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകത്തുള്ളൂ. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സുകൾ ഡൊമൈനിൽ കിടക്കുന്ന ആൾക്കാരാണ്. എക്സുകൾ 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ അത് ഇടത്തുനിന്നും വലത്തുനിന്നും 2ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ്റെ വില 4ലേക്ക് അപ്രോച്ച് ചെയ്യണം. അതായത് 0ൽ ഫംഗ്ഷൻ്റെ വില 0, ഹാഫിൽ ഫംഗ്ഷൻ്റെ വില 1/4, 1ൽ ഫംഗ്ഷൻ്റെ വില 1, ഇവിടെ ഫംഗ്ഷൻ്റെ വില ഇത്. അങ്ങനെ ഈ ഫംഗ്ഷൻ്റെ വില ഇങ്ങനെ കയറി 2 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വില 4ലാണ് എത്തുന്നത്. അപ്പം ഇത് ലെഫ്റ്റ് ലിമിറ്റാണ് വരുന്നത്, ലെഫ്റ്റ് ലിമിറ്റ്. ഇനി 2ൻ്റെ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴോ ഇവിടെ 4 ഉണ്ട്. 4ൻ്റെ സ്ക്വയർ 16 ആണെന്ന് നമുക്കറിയാം. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 3 ഉണ്ട്. 3യുടെ സ്ക്വയർ 9 ആണെന്നറിയാം. അതിങ്ങനെ വരുമ്പം ഇതിൻ്റെ സ്ക്വയർ ഇവിടെ വരും, ഇതിൻ്റെ സ്ക്വയർ ഇവിടെ വരും, ഇതിൻ്റെ സ്ക്വയർ ഇവിടെ വരും. അങ്ങനെ 2ൻ്റെ അടുത്തേക്ക് വരും തോറും ഫംഗ്ഷൻ്റെ വില കുറഞ്ഞ് 4ലേക്ക് അപ്രോച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം റൈറ്റ് ലിമിറ്റും 4 ആണ്, 4ലേക്കാണ് വരുന്നത്. ആ ഫംഗ്ഷൻ്റെ വില 4ലേക്കാണ് വരുന്നത്. ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും 4ലേക്കാണ് വരുന്നത്, റൈറ്റിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോഴും 4ലേക്കാണ് വരുന്നത്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് പറയാൻ പറ്റും. ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 4 എന്ന് നമുക്ക് കിട്ടി. എഫ് ഓഫ് 2 ഓൾറെഡി 4 ആണ്, അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും 2ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എക്സിസ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആവുക എന്നാണ് അർത്ഥം. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയാൽ അതിനെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും. അത് ഈസ് ഈക്വൽ ടു സിയിലെ ഫംഗ്ഷൻ്റെ വിലയായാൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് സി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി ഇവിടെ നമുക്ക് ഈ ഡെഫിനേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഡെഫിനേഷൻ ചെക്ക് ചെയ്യുമ്പം ഇനി ഈ ഡെഫിനേഷൻ വെച്ചാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഡെഫിനേഷനാണ് ആക്ച്വലി നമ്മൾ ഇവിടെയും യൂസ് ചെയ്തത്. ഈ ഡെഫിനേഷൻ വെച്ച് തന്നെ നമുക്ക് ഈ ഡെഫിനേഷനോടൊന്ന് പറയാൻ പറ്റും. അപ്പം ഇവിടെ സിയിലാണ് പ്രശ്നമെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇനി 1ലെ ഫംഗ്ഷൻ്റെ വില 0 ആണ്, 2ലെ ഫംഗ്ഷൻ്റെ വില 1 ആണ്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വില ഇത് വരും, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വില ഇത് വരും, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ്റെ വില ഇത് വരും. അങ്ങനെ 3ൽ ഫംഗ്ഷൻ്റെ വില 2 എടുക്കും. അപ്പോൾ 3ലേക്ക് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പം ഫംഗ്ഷൻ്റെ വില എന്തായിട്ടാണ് മാറുന്നത്, ലെഫ്റ്റ് ലിമിറ്റ് ഇസ് ഈക്വൽ ടു നമുക്ക് 2 എന്ന് കിട്ടും. അതേസമയം 3 ഇങ്ങോട്ടേക്ക് വരുമ്പോഴോ 6ൽ ഫംഗ്ഷൻ്റെ വില ഇതാണ്, 5ൽ ഫംഗ്ഷൻ്റെ വില സംതിങ് മേളിലാണ്, 5ൻ്റെ തൊട്ടിപ്പുറത്തേക്കാകുമ്പോൾ ഫംഗ്ഷൻ്റെ വില ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ ഇങ്ങോട്ടേക്ക് ഇത് താന്ന് വരിക. അങ്ങനെ വന്ന് ഇവിടെ ആയപ്പോൾ ഫംഗ്ഷൻ്റെ വില ഇത് വന്നു. അങ്ങനെ 3 ആയപ്പം ഫംഗ്ഷൻ്റെ വില
4ലേക്ക് വന്നു. 4ലേക്ക് വന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം 3യിൽ ഓൾറെഡി 2 ഇമേജ് ആണ്. അപ്പോൾ 3യിൽ വേറൊരാൾ കൂടി ഇമേജായിട്ട് വരാൻ പറ്റിയില്ല. അതാണ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഹോള് പറഞ്ഞിരിക്കുന്നത്. അതായത് 3യിൽ ഇവിടെ ഒരു ഹോളുണ്ട്. അതായത് 3യുടെ തൊട്ടിപ്പുറത്ത് വരെ വരുമ്പം ഈ 4ൻ്റെ തൊട്ട് ഇപ്പുറത്ത് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുൻപോട്ട് കയറി ഫംഗ്ഷൻ വരച്ച് വരുമ്പം 3യുടെ തൊട്ടിപ്പുറത്ത് ഒരാളുണ്ടല്ലോ, 3.1 3.2 ഒക്കെ ആയിരിക്കും. ആ 3.1ൽ ഫംഗ്ഷൻ്റെ വില 4ൻ്റെ തൊട്ട് അപ്പുറത്തേക്കാണ് വരുന്നത്. ഇതിങ്ങനെ വരുമ്പം 3യുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന ആൾ വരെ 4ൻ്റെ തൊട്ടടുത്തെത്തുന്നുണ്ട്. പക്ഷേ 3യിൽ ഫംഗ്ഷൻ്റെ വില ഇല്ല. അതായത് ലെഫ്റ്റ് ലിമിറ്റ് എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നത്? ലെഫ്റ്റ് ലിമിറ്റ് 4ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആ ലിമിറ്റിംഗ് വാല്യൂ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആ ലിമിറ്റിംഗ് വാല്യൂ എന്ന് പറയുന്നത് റൈറ്റ് ലിമിറ്റ് എങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്യുന്നത്? അത് 4ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അത് 4ലേക്ക് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. അത് 4ലാവുന്നില്ല. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 2ഉം ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് 4ഉമാണ്. അപ്പോൾ 3യുടെ ലെഫ്റ്റ് ലിമിറ്റ് 2ഉം റൈറ്റ് ലിമിറ്റ് 4ഉമായി. 3യുടെ ലെഫ്റ്റ് ലിമിറ്റ് ഇങ്ങനെ വരുമ്പോൾ 3യുടെ അടുത്താവുമ്പോൾ ലിമിറ്റ് 2ഉം റൈറ്റ് ലിമിറ്റ് ഇവിടുന്ന് 3യുടെ റൈറ്റിൽ നിന്ന് ഇങ്ങനെ അപ്രോച്ച് ചെയ്ത് 3ലേക്ക് വരുമ്പം ലിമിറ്റിംഗ് വാല്യൂ അത് 4 ആയിട്ട് നിൽക്കുകയാണ്. അതായത് നമ്മുടെ ഫംഗ്ഷൻ്റെ അകത്ത് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നു. ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് 2ൻ്റെയും 4ൻ്റെയും ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നു. അവിടെയാണ് ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. 3 എന്ന് പറയുന്ന പോയിന്റിലാണ് ആ ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത്. അപ്പം ഡിസ്കണ്ടിന്യൂറ്റി വരുന്നത് നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? ഏത് പോയിന്റിലാണോ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഡിസ്കണ്ടിന്യൂറ്റി ആയത് 3യിലാണ്. സപ്പോസ് 3യിൽ ചെക്ക് ചെയ്യുക എന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുക. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല എങ്കിൽ 3യിൽ കണ്ടിന്യൂസ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയാൽ നമുക്ക് കണ്ടിന്യൂസ് അറ്റ് സി എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ചില ഫങ്ഷൻസിന് ഈ ഡെഫിനേഷനായിരിക്കും യൂസ് ചെയ്യുന്നത്. അതേസമയം നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് സ്പ്ലിറ്റ് ഫങ്ഷൻസ് ആണെങ്കിൽ നമ്മൾ ഇതായിരിക്കും യൂസ് ചെയ്യുന്നത്. കാരണം സാധാരണ സ്പ്ലിറ്റ് ഫങ്ഷൻസ് എന്ന് പറയുമ്പം ഇപ്പം എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, എക്സ് പ്ലസ് 1 ഇഫ് എക്സ് ലെസ് ദാൻ 1, ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് സ്പ്ലിറ്റ് ഫങ്ഷൻസ്. അപ്പോൾ ഈ സ്പ്ലിറ്റ് ഫങ്ഷൻസിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ചാൽ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ അത് 1ലായിരിക്കും ഉണ്ടാവാനായിട്ട് സാധ്യത. കാരണം ഈ എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ഇതിൻ്റെ ഫിഗർ നമുക്ക് ജസ്റ്റ് ഒന്ന് റഫായിട്ട് വരച്ച് നോക്കാം. ഇപ്പോൾ എക്സ് ഇവിടെ 1 ആണ്, ഡൊമെയിനിലെ 1 ആയി ഉദ്ദേശിക്കുന്നത്. എക്സിൻ്റെ വിലയല്ലേ, ഡൊമെയിനിലെ 1 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1ൻ്റെ ഗ്രേറ്റർ ദാൻ 1ൻ്റെ മുകളിലോട്ട് ഫങ്ഷൻ എക്സ് സ്ക്വയർ ആണ്. 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. അപ്പോൾ 1ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഫങ്ഷൻ ഇങ്ങനെ യു ഷേപ്പാണ് പോകുന്നത്. എക്സ് സ്ക്വയറിൻ്റെ ഗ്രാഫ് നമുക്കറിയാം യു ഷേപ്പാണെന്നറിയാം. പക്ഷേ എക്സ് ലെസ് ദാൻ 1ൽ അടുത്തത് പറയാനുള്ളത് ഓൾജിബ്ര ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ആണ്. ഒന്നുമില്ല, എഫും ജിയും 2 കണ്ടിന്യൂസ് ഫങ്ഷനാണ് അറ്റ് സി. എഫും ജിയും സിയിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷൻ, എഫും ജിയും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫംഗ്ഷനാണ് എഫ് പ്ലസ് ജി. എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് അറ്റ് സി ആയിരിക്കും. എഫ് മൈനസ് ജി കണ്ടിന്യൂസ് അറ്റ് സി ആയിരിക്കും. എഫ് ഇൻറ്റു ജി കണ്ടിന്യൂസ് അറ്റ് സി ആയിരിക്കും. എഫ് ബൈ ജി കണ്ടിന്യൂസ് അറ്റ് സി ആയിരിക്കും. അതായത് നമുക്ക് മോഡൽ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എക്സ് പ്ലസ് മോഡ് എക്സ് ആണെന്ന് തോന്നുന്നു, അത് കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദ്യം. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഫും ജിയും കണ്ടിന്യൂസ് അറ്റ് സി ആണെങ്കിൽ എന്നാണ്.
ഇൻ ജനറലായിട്ട് നമുക്ക് പറയാം എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ, എഫും ജിയും കണ്ടിന്യൂസ് പറഞ്ഞാൽ എല്ലാ പോയിൻറ്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ, എഫും ജിയും കണ്ടിന്യൂസ് ആണെങ്കിൽ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് മൈനസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ജി കണ്ടിന്യൂസ് ആയിരിക്കും, എഫ് ബൈ ജി കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് നമുക്ക് ജനറലായിട്ട് പറയാൻ പറ്റും. അപ്പം ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എക്സ് പ്ലസ് മോഡ് എക്സ് കണ്ടിന്യൂസ് ആണോ എന്ന് ചോദിച്ചാൽ എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ഓൾജിബ്രായിക് ഫംഗ്ഷനാണ്, ഓൾജിബ്രായിക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. പ്ലസ് മോഡ് എക്സ് എന്ന് പറയുന്നത് മോഡുലസ് ഫംഗ്ഷൻ, അതും കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ സമ്മ് കണ്ടിന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റിയത് കണ്ടിന്യൂസ് ആണെന്ന്. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ വേണ്ടിയാണ് ഇത് നമുക്ക് പ്രയോജനപ്പെടുന്നത്. അടുത്തതൊരു നോട്ടാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു എക്സ് ഓൾജിബ്രായിക് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, അതുപോലെ ഓൾജിബ്രായിക് അല്ല പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, മോഡ് എക്സ് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് കണ്ടിന്യൂസ് ഫംഗ്ഷൻസിന് സം കണ്ടിന്യൂസ് ആയതുകൊണ്ടാണ് ഇത് കണ്ടിന്യൂസ് ആയതെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഹെൽപ്ഫുള്ളായിട്ടൊരു നോട്ടാണിത്. ഇവിടെ പറയുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും. അതായത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 3, അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ എന്നൊക്കെ പറഞ്ഞു വരുന്ന ഫംഗ്ഷൻസ് ആണ് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ്. അത് കണ്ടിന്യൂസ് ആണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ്. പോളിനോമിയൽ ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 2 എന്ന് പറയുന്ന ഫംഗ്ഷൻ, എക്സ് ക്യൂബ് എന്ന് പറയുന്ന ഫംഗ്ഷൻ, ഇതുകൂട്ട് ഫംഗ്ഷൻസ് എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. റാഷണൽ ഫംഗ്ഷൻസ് കണ്ടിന്യൂസ് ആണ്. റാഷണൽ ഫംഗ്ഷൻ എന്ന് പറയുമ്പം എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ എക്സ് പ്ലസ് 1, എക്സ് പ്ലസ് 2, ഇതുകൂട്ട് ഫംഗ്ഷൻസൊക്കെ കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ സൈൻ ഫംഗ്ഷൻ, കൊസൈൻ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. ടാനും കോട്ടും കുസീക്കും സീക്കും കണ്ടിന്യൂസ് അല്ല, കാരണം അത് പ്രിസ്ക്രൈബ്ഡ് ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണ്. ടാൻ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ബ്രേക്ക് ചെയ്ത് പോകുന്ന ഫിഗർ അല്ലേ, അപ്പം അത് കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അത് പ്രിസ്ക്രൈബ്ഡ് ഇൻ്റർവെൽ, പറഞ്ഞിരിക്കുന്ന ഇൻ്റർവെല്ലിൽ, ഇന്ന ഇൻ്റർവെൽ എന്ന് പറയുവാണെങ്കിൽ അവിടെ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അത് ടാൻ്റെ ഗ്രാഫ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നോട്ട്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1. ഇത് നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. നമുക്കറിയാം കണ്ടിന്യൂറ്റിയുടെ ഡെഫിനിഷൻ എന്താ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി. കണ്ടിന്യൂസ് ആണെന്ന് പറയുമ്പം എല്ലാ സിയിലും കണ്ടിന്യൂസ് ആണ് എന്നാണ്. അപ്പോൾ നമ്മൾ എല്ലാ സിയിലും എന്നൊക്കെ ഉള്ളത് ഈ ഒരു ഡെഫിനിഷൻ്റെ അകത്തേക്ക് മൊത്തമായിട്ട് ഉൾക്കൊണ്ടോളും. അപ്പം ഈ ഒരു ഡെഫിനിഷൻ നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. എന്താ ഡെഫിനിഷൻ, ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആകുന്നുണ്ട് നോക്കിയാൽ മതി. ഇവിടെ സ്പ്ലിറ്റ് ഫംഗ്ഷൻസ് ഒന്നുമല്ല, സ്പ്ലിറ്റ് ഫംഗ്ഷൻ ആണെങ്കിലാണ് നമ്മൾ രണ്ടാമത്തെ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ ഉപയോഗിച്ചൊന്ന് ചെയ്താൽ മതി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് 1 വരും ഇസ് ഈക്വൽ ടു എക്സ് ടെൻസ് ടു സി ആയതുകൊണ്ട് ഈ സി എന്ന് പറയുന്ന വാല്യൂ നമ്മൾ എക്സുകൾക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. എക്സുകൾക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും, സി ക്യൂബ് പ്ലസ് സി സ്ക്വയർ പ്ലസ് 1 എന്ന് വരും. ഇനി എഫ് ഓഫ് സി കണ്ടുപിടിക്കണം. എഫ് ഓഫ് സി ഇസ് ഈക്വൽ ടു, എഫ് ഓഫ് സി എന്ന് പറയുന്നത് എന്താ, എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് സി എന്തായിരിക്കും, ഇതിനകത്തേക്ക് സി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് വരും, സി ക്യൂബ് പ്ലസ് സി സ്ക്വയർ മൈനസ് 1 ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയി. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും therefore f is continuous. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എഫ് ഈസ് കണ്ടിന്യൂസ്. രണ്ടാമത്തെ മെത്തേഡ്, എക്സ് ക്യൂബ് പോളിനോമിയൽ ഫംഗ്ഷനാണ്, എക്സ് സ്ക്വയർ പോളിനോമിയൽ ഫംഗ്ഷനാണ്, 1 കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. എക്സ് ക്യൂബ് പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കും, എക്സ് സ്ക്വയർ പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിരിക്കും, കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് 1 അതുകൊണ്ട് അതും കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്ക് ഓൾജിബ്ര വെച്ചറിയാം ഇതിൻ്റെ കണ്ടിന്യൂസ് ഫംഗ്ഷൻസിൻ്റെ സമ്മും ഡിഫറൻസും ഒക്കെ വരുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിരിക്കും. therefore എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് 1 ഈസ് കണ്ടിന്യൂസ് എന്ന് എഴുതി വെച്ചാൽ മതി. എക്സ് ക്യൂബ് ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ഹെൻസ് കണ്ടിന്യൂസ്, എക്സ് സ്ക്വയർ ഇസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ ഹെൻസ് കണ്ടിന്യൂസ്, 1 ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ ഹെൻസ് കണ്ടിന്യൂസ്. therefore
ദിസ് ഈസ് എ കണ്ടിന്യൂസ് ഫങ്ഷൻ. എന്നിട്ട് ആ ഓൾജിബ്ര ഫങ്ഷൻസ് എഴുതി വെക്കുക. എഫ് കണ്ടിന്യൂസ് ആണ്, ജി കണ്ടിന്യൂസ് ആണ്, ദെയർഫോർ എഫ് പ്ലസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ എഫ് മൈനസ് ജി എന്നുള്ളത് കൂടെ വരുന്നുണ്ട്. എഫ് മൈനസ് ജി കണ്ടിന്യൂസ് ആയിരിക്കും, ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ ആ റിസൾട്ട് കൂടെ മെൻഷൻ ചെയ്ത് വെക്കുക. 1 മാർക്കൊക്കെ ആണെങ്കിൽ ഈ രീതിയിൽ ചെയ്താലും മതിയായിരിക്കും. അടുത്തത് സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. ഇത് നമുക്ക് 2 രീതിയിലും ചെയ്യാം. ഫസ്റ്റ് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കണ്ടുപിടിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി സൈൻ എക്സ് മൈനസ് കോസ് എക്സ്. എന്താ ചെയ്യേണ്ടത്? എക്സിൻ്റെ സ്ഥാനത്തേക്ക് സി ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? സൈൻ സി മൈനസ് കോസ് സി എന്ന് വരും. ഇനി എഫ് ഓഫ് സി കണ്ടുപിടിക്കുക. എഫ് ഓഫ് സി എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ആണിത്. അപ്പോൾ എഫ് ഓഫ് സി എന്താ? സൈൻ സി മൈനസ് കോസ് സി. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി എന്ന് കിട്ടിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് കണ്ടിന്യൂസ് എന്ന് പറയാം. എഫ് ഈസ് കണ്ടിന്യൂസ് ആയിട്ട് സി എന്ന് പറയണ്ട. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി എന്ന് ചോദിച്ചാൽ കണ്ടിന്യൂസ് ആണോ എന്നാണ് ചോദ്യം. അപ്പം ഈ ഡെഫിനിഷൻ സി എന്ന് പറയുന്നത് ആരായാലും അവിടെ എല്ലാം കണ്ടിന്യൂസ് ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ എൻറ്റയർ ഡൊമൈനിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ എഫ് ഈസ് കണ്ടിന്യൂസ് എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. ഓർ നമുക്കറിയാം സൈൻ എക്സ് ഈസ് continuous, cos x is continuous, therefore sin x minus cos x is continuous. ഇത് എഴുതിയാൽ മതി. അപ്പോൾ ഈ 2 രീതിയിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് 5x മൈനസ് 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു -3, എക്സ് ഇസ് ഈക്വൽ ടു 5. ഇതിനകത്ത് നമ്മൾ ഈ ഗ്രാഫ് ഒന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ചെയ്താൽ മതി. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഈ ഗ്രാഫ് വരയ്ക്കുന്നത്. നമുക്ക് കാണുമ്പോഴേ അറിയാം എക്സ് ഇസ് ഈക്വൽ ടു 0, എക്സ് ഇസ് ഈക്വൽ ടു 0, 0യിൽ ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്, 0യുടെ ആ ഭാഗത്ത് ഗ്രാഫ് കണ്ടിന്യൂസ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു -3 എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ എവിടെയോ ആണ്. പക്ഷേ ഈ ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈനാണ്, അതിൻ്റെ കണ്ടിന്യൂറ്റിക്ക് പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ -3യിലും കണ്ടിന്യൂസ് ആണ്. ഇവിടെ 5ലും ഇവിടെ മുകളിലാണ് 5 വരുന്നത്. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ അങ്ങ് പോവാണ്, നമുക്കത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ 5ലും കണ്ടിന്യൂറ്റി ഒന്നും ബ്രേക്ക് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് പടം വരച്ചിങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ നമുക്കറിയാം ഇതൊരു ലീനിയർ ഫംഗ്ഷനാണ്. ലീനിയർ ഫംഗ്ഷൻ എന്ന് പറയുമ്പം എക്സ് ഉള്ള ഫംഗ്ഷൻ, അപ്പം x² x³ ഒന്നും ഈ ഫംഗ്ഷൻ്റെ അകത്തേക്ക് വരുന്നില്ല. അല്ലെങ്കിൽ ലീനിയർ ഫംഗ്ഷനാണ്, അപ്പോൾ ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇതൊരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇത് ഇത് കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പം എന്താണെങ്കിലും 0യിലും -3യിലും 5ലും കണ്ടിന്യൂസ് ആയിരിക്കും. ഗ്രാഫ് ഒന്നും ഇല്ലെങ്കിലും നമുക്ക് അത് വെച്ചിട്ടും പറയാൻ പറ്റും. അപ്പം ഇവിടെ ഇത് എക്സ് ഇസ് ഈക്വൽ ടു 0യിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ത് ചെക്ക് ചെയ്താൽ മതി? ലിമിറ്റ് എക്സ് ടെൻസ് ടു, നമ്മുടെ ഡെഫിനിഷൻ എന്താ? അറ്റ് സി എന്താ ഡെഫിനിഷൻ? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു, ഇവിടെ 0 ആകുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 5x - 3 ഈസ് ഈക്വൽ ടു എക്സിൻ്റെ സ്ഥാനത്ത് 0 കൊടുക്കുക. അപ്പോൾ 5 × 0 - 3 ഈസ് ഈക്വൽ ടു -3 എന്ന് വരും. ഇനി എഫ് ഓഫ് 0 എന്താ? 5 × 0 - 3, അതും -3 എന്ന് വന്നു. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഇതുപോലെ തന്നെയാണ് അടുത്തത് രണ്ടെണ്ണം. എക്സ് ഇസ് ഈക്വൽ ടു -3യിൽ എങ്ങനെ ചെക്ക് ചെയ്യും? ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 ഫംഗ്ഷൻ 5x - 3 ഇസ് ഈക്വൽ ടു, ഇവിടെ എക്സിൻ്റെ സ്ഥാനത്ത് -3 ഇട്ട് കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 5 × -3 - 3 ഇസ് ഈക്വൽ ടു 5 × -3 -15 - 3 ഇസ് ഈക്വൽ ടു -18
18 എന്ന് വരും. ഇനി എഫ് ഓഫ് -3 എന്താ? 5 × -3 -3 is equal to -15 -3 is equal to -18 എന്ന് വന്നു. ലിമിറ്റ് x ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് is equal to എഫ് ഓഫ് -3 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? എഫ് ഈസ് കണ്ടിന്യൂവസ് അറ്റ് എക്സ് is equal to -3 എന്ന് പറയാൻ പറ്റും. അതുപോലെ അറ്റ് എക്സ് is equal to 5 എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 5ഉം സെയിം ആണോ നോക്കാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 നമ്മുടെ ഫംഗ്ഷൻ 5x - 3 is equal to 5 എക്സിൻ്റെ സ്ഥാനത്തേക്ക് കൊടുക്കുമ്പോൾ 5 × 5 - 3 എന്ന് വരും. 25 - 3 is equal to 22. എഫ് ഓഫ് 5 എന്താ? എഫ് ഓഫ് 5 എന്ന് പറയുന്നത് ഇവിടെ 5 ഇട്ട് കൊടുക്കുക. 5 × 5 - 3 അതും 25 - 3 is equal to 22 എന്ന് വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 എഫ് ഓഫ് എക്സ് is equal to എഫ് ഓഫ് 5 എന്ന് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് കണ്ടിന്യൂവസ് അറ്റ് എക്സ് is equal to 5 എന്ന് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, എക്സാമിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് is equal to 2x² - 1 അറ്റ് എക്സ് is equal to 3. സ്പ്ലിറ്റ് ഫംഗ്ഷനൊന്നുമല്ല. അപ്പോൾ നമ്മൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് is equal to എഫ് ഓഫ് സി എന്ന് പറയുന്ന നമ്മുടെ ഫസ്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്താൽ മതി. സ്പ്ലിറ്റ് ഫംഗ്ഷൻ വരുമ്പോഴാണ് സെക്കൻഡ് ഡെഫിനിഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു അറ്റ് എക്സ് is equal to 3 ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം അറ്റ് എക്സ് is equal to 3 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 3യും സെയിം ആണോ എന്ന് നോക്കിയാൽ മതി. ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 2x² - 1 വരും. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുക്കുമ്പോൾ 2 × 3² - 1 വരും. വിച്ച് is equal to 2 × 9 - 1 18 - 1 17 വരും. എഫ് ഓഫ് 3 എന്താ? എഫ് ഓഫ് എക്സ് ഇതാണെങ്കിൽ എഫ് ഓഫ് 3 എന്താ? എക്സിൻ്റെ സ്ഥാനത്ത് 3 കൊടുത്താൽ മതി. 2 × 3² - 1 2 × 9 - 1 which is equal to 18 - 1 is equal to 17. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 3 എഫ് ഓഫ് എക്സ് is equal to എഫ് ഓഫ് 3 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് കണ്ടിന്യൂവസ് അറ്റ് എക്സ് is equal to 3 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ സിമ്പിളായിട്ട് ഇത് വെച്ച് ചെയ്യാൻ പറ്റും. ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പ്രോബ്ലംസൊക്കെ ഒറ്റ ലൈൻ പ്രോബ്ലംസ് ആയിരുന്നു. അവിടെ നമുക്ക് ഇതുപോലെ സ്പ്ലിറ്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ 2 ഡെഫിനിഷൻസ് ഉണ്ടായിരുന്നു. ആ 2 ഡെഫിനിഷൻസിൻ്റെ അകത്ത് ഫസ്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്താണ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ അകത്ത് സ്പ്ലിറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചില പോയിൻറ്റ്സിൽ ഫസ്റ്റ് ഡെഫിനിഷനും യൂസ് ചെയ്യും, ചില പോയിൻറ്റ്സിൽ സെക്കൻഡ് ഡെഫിനിഷനും യൂസ് ചെയ്യും. അപ്പം നമുക്ക് 2 ഡെഫിനിഷൻസ് എഴുതാം. ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് is equal to എഫ് ഓഫ് സി. ഇത് നമ്മൾ സാധാരണ ഇത്രയും നേരം ചെയ്ത പ്രോബ്ലത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. രണ്ടാമത്തെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് is equal to ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് is equal to എഫ് ഓഫ് സി. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡെഫിനിഷൻ വരുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ്റെ അകത്ത് സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 1 എന്ന് പറയുന്ന പോയിന്റിലാണ്. അതായത് ഡൊമെയിനിൽ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 1 എന്ന് പറയുന്ന പോയിന്റിലാണ്. 1ൻ്റെ റൈറ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്? 2 ഉണ്ട്, 3 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആരൊക്കെയുണ്ട്? 0 ഉണ്ട്, -1 ഉണ്ട്, -2 ഉണ്ട്, അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇനിയും 1ൻ്റെ ലെഫ്റ്റിലേക്ക് 1 ഉൾപ്പെടെ ലെഫ്റ്റിലേക്ക് ഫംഗ്ഷൻ എടുക്കുന്നത് എക്സ് ആണ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1, 1നെക്കാട്ടിലും ചെറുതായിട്ടുള്ള എക്സ്, 1ൻ്റെ അങ്ങോട്ടേക്കല്ലേ വാ പൊളിച്ച് നിൽക്കുന്നത്. അപ്പം 1 ആണ് വലുത്. അപ്പോൾ 1ൽ ചെറുതായിട്ടുള്ളവരാണ് എക്സ്. അപ്പോൾ 1ൽ ചെറുതായിട്ടുള്ള എക്സുകളിൽ ഫംഗ്ഷൻ്റെ വില എക്സ് ആണ്, അല്ലെങ്കിൽ 1ൽ ചെറുതായിട്ടുള്ള ആൾക്കാരിൽ ഫംഗ്ഷൻ്റെ വില എക്സ് ആണ്.
അപ്പോൾ 1-ൽ ചെറുതായിട്ടുള്ള ആൾക്കാരുടെ 0, -1, -2 ഒക്കെ. അപ്പോൾ അവിടെ എല്ലാം ഫംഗ്ഷൻ്റെ വില എക്സ് ആണ്. ഇനി എക്സ് ഗ്രേറ്റർ ദാൻ 1, 1 ആണ് ചെറുത്. അപ്പം 1 എക്സ് ഗ്രേറ്റർ ദാൻ 1, എക്സുകൾ 1-നെക്കാട്ടിലും വലുതാണ്. അപ്പോൾ 1-നെക്കാട്ടിലും വലുതായിട്ടുള്ള എക്സുകളിൽ 1-നെക്കാട്ടിലും വലുതായിട്ടുള്ള നമ്പേഴ്സിൽ 5 ആണ് വരുന്നത്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ വരുന്നത് 5 ആണ്. ഇത്രയും കാര്യങ്ങൾ ആദ്യം നമ്മൾ ഓർത്തു വെക്കുക. പിന്നെ നമുക്ക് 2 ഡെഫിനിഷൻസും ഉണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് എക്സ് = 0, എക്സ് = 1, എക്സ് = 2-ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം എക്സ് = 0 എടുത്തു. ഇനി നമുക്കറിയാം എക്സ് = 0 എന്ന് പറയുമ്പം 0 ഇവിടെയാണ് വരുന്നത്. ഇവിടെ ഫംഗ്ഷൻ വരുന്നത് എക്സാണ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. പോളിനോമിയൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ 0-ലും -1-ലും -2-ലും എല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മളോട് 0 മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ 0-ലും പോളിനോമിയൽ ഫംഗ്ഷനാണ്, കണ്ടിന്യൂസ് ആണ്. പക്ഷെ നമ്മൾ ഡെഫിനിഷൻ വെച്ചാണ് ഇവിടെ എഴുതി വെക്കുന്നത്. ഡെഫിനിഷൻ വെച്ച് എഴുതുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്താൽ മതി. കാരണം കണ്ടിന്യൂസ് ആണെന്നറിയാം. കണ്ടിന്യൂസ് ആകുമ്പോൾ റൈറ്റ് ലിമിറ്റും ലെഫ്റ്റ് ലിമിറ്റും എന്താണെങ്കിലും ഈക്വലായിട്ടേ വരുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഡെഫിനിഷനിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. ലിമിറ്റ് x → 0 f(x) = കണ്ടുപിടിക്കുക, f(0) കണ്ടുപിടിക്കുക. ലിമിറ്റ് x → 0, x 0-ലേക്ക് വരുമ്പോൾ ഫംഗ്ഷൻ എന്താണ്? 0-ലേക്ക് വരുമ്പം ഫംഗ്ഷൻ എന്താ? 0-ൽ ഫംഗ്ഷൻ്റെ വില എന്താ? എക്സ് ആണ്. അപ്പം ഒരിടത്ത് എക്സും ഒരിടത്ത് 5ഉം അങ്ങനെ സ്പ്ലിറ്റ് ഫംഗ്ഷൻ പറഞ്ഞിരിക്കുന്നത്. 0-ൽ ഫംഗ്ഷൻ എന്താ വരുന്നത്? എക്സാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് കൊടുക്കും = ഇനി ഈ 0 എക്സിന് ഇട്ട് കൊടുക്കുമ്പം 0 എന്ന് വരും. അതുപോലെ f(0), 0-ൽ ഫംഗ്ഷൻ എക്സ് ആണ്. അപ്പം f(x) = എക്സ് എന്നാണ് 0-ൽ ഫംഗ്ഷൻ വരുന്നത്. അപ്പം f(0) എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 വരും. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാണെങ്കിൽ നമുക്ക് എഴുതാം 0 എന്ന് പറയുന്നത് 1-നെക്കാളും ചെറിയ നമ്പറാണ്. ചെറിയ നമ്പേഴ്സിലെല്ലാം അത് തന്നെയായിരിക്കും ഫംഗ്ഷൻ്റെ വില വരുന്നത്. അപ്പോൾ 0-ലും അത് തന്നെയാണ് ഫംഗ്ഷൻ്റെ വില വരുന്നത്. അപ്പോൾ 0-ൽ ഫംഗ്ഷൻ്റെ വില 0. അപ്പം അങ്ങനെയാണ് നമ്മൾ 0 എഴുതുന്നത്. അപ്പോൾ നമുക്കറിയാം ഇതും സെയിം ആയി. ലിമിറ്റ് x → 0 f(x) = f(0) എന്ന് കിട്ടിയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? f ഈസ് കണ്ടിന്യൂസ് അറ്റ് x = 0 എന്ന് പറയാൻ പറ്റും. ഇനിയും അറ്റ് x = 2 ചെക്ക് ചെയ്യാം. x = 2-ൻ്റെ പ്രത്യേകത ഏതാ? 2 എവിടെയാണ് കിടക്കുന്നത്? 2-ൽ ഫുൾ വരുന്നത് കണ്ടിന്യൂസ് ഫംഗ്ഷനാണ്. ഇത് ഗ്രാഫല്ല, ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. 2-ൽ ഫംഗ്ഷൻ വരുന്നത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 2-ൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് നമുക്കറിയാം. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഒക്കെ ഈക്വലായി വരുള്ളൂ നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ലിമിറ്റ് x → 2 f(x)ഉം കണ്ടുപിടിക്കുക, f(2)ഉം കണ്ടുപിടിക്കുക. ലിമിറ്റ് x → 2 f(x) എന്ന് പറയുന്നത് 2-ൽ ഫംഗ്ഷൻ എടുക്കുന്നത് ഏതാ? 5. എക്സിനെക്കാട്ടിലും 1-നെക്കാട്ടിലും വലിയ നമ്പേഴ്സിലെല്ലാം ഫംഗ്ഷൻ വരുന്നത് 5 ആണ്. 1-നെക്കാളും വലിയ നമ്പറാണ് 2. അപ്പോൾ 2-ൽ വരുന്ന ഫംഗ്ഷൻ 5 ആണ്. അപ്പം 5 കൊടുത്തു = സാധാരണ നമ്മൾ എക്സ് ഉണ്ടെങ്കിൽ എക്സിനാണ് ഈ താഴത്തെ വാല്യൂസ് കൊടുക്കാറ്. ഇപ്പോൾ ഇവിടെ എക്സ് ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എന്താണോ കിടക്കുന്നത് അത് തന്നെയാണ് ഇവിടെ വരുന്നത്. ഇനിയും f(2) കണ്ടുപിടിക്കണം. എക്സിനെക്കാട്ടിലും വലിയ ആൾക്കാരിലെല്ലാം ഫംഗ്ഷൻ്റെ വില എന്താ? 5. അപ്പോൾ 2-ലും ഫംഗ്ഷൻ്റെ വില എന്താ? 5. അപ്പോൾ f(2)ഉം 5 എന്ന് കിട്ടി. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ലിമിറ്റ് x → 2 f(x) = f(2) എന്ന് കിട്ടി. therefore f is continuous at x = 2 എന്ന് കിട്ടി. ഇനി ലാസ്റ്റ് വൺ അറ്റ് x = 1. ഈ ഫംഗ്ഷൻ്റെ അകത്ത് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാനുള്ള സാധ്യത 1-ലാണ്. കാരണം നമ്മൾ ഗ്രാഫ് വരയ്ക്കുമ്പോൾ 1 വരെ ഒരു പോളിനോമിയൽ ഫംഗ്ഷൻ എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഫംഗ്ഷനാണ് വരുന്നത്. പിന്നെ ഒരു കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ് വരുന്നത്. അപ്പോൾ 1-ൻ്റെ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഗ്രാഫ് കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ 1-ലാണ് ഗ്രാഫിലൊരു ബ്രേക്ക് ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഈ സ്പ്ലിറ്റ് വരുന്നത് എവിടെയാണോ അവിടെയൊക്കെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഡെഫിനിഷനാണ് യൂസ് ചെയ്യുന്നത്.
കാരണം ഇവിടെ ലെഫ്റ്റ് ലിമിറ്റിനും റൈറ്റ് ലിമിറ്റിനും ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. മറ്റിടത്ത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെന്ന് നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഒറ്റ ലിമിറ്റായിട്ട് അത് കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ സ്പ്ലിറ്റ് വരുമ്പോൾ ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവിടെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഡിഫറൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പം സെയിം ആവാം, ഡിഫറൻ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഡെഫിനിഷൻ യൂസ് ചെയ്യുന്നത്. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിച്ചിട്ട് എഫ് ഓഫ് സിയോട് ഈക്വൽ ആണോ എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പം എക്സ് ഇസ് ഈക്വൽ ടു 1 സ്പ്ലിറ്റ് വരുന്നത് കൊണ്ട് രണ്ടാമത്തെ ഡെഫിനിഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് കണ്ടുപിടിക്കണം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. കാരണം 1ലാണ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ 1ൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കണം. എഫ് ഓഫ് 1 കണ്ടുപിടിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത്. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് ഈ എഫ് ഓഫ് എക്സിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കും? 1 മൈനസ് എന്ന് വെച്ചാൽ 1ൻ്റെ ലെഫ്റ്റിലെന്നാണ് അർത്ഥം. 1 മൈനസ് എന്ന് പറയുന്നത് -1 അല്ല. 1 മൈനസ് എന്ന് പറയുന്നത് 1ൻ്റെ ലെഫ്റ്റിലുള്ള ആൾക്കാരെന്ന് അർത്ഥം. 1ൻ്റെ ലെഫ്റ്റിലുള്ള ആൾക്കാരിൽ ഫംഗ്ഷൻ്റെ വില എന്താ? എക്സ് ആണ്. അപ്പം ഇവിടെ എഫ് ഓഫ് എക്സിന് നമ്മൾ എന്ത് കൊടുക്കും? എക്സ് കൊടുക്കും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ആണെങ്കിലോ 1ൻ്റെ റൈറ്റ് സൈഡിൽ എല്ലാം ഫംഗ്ഷൻ വരുന്നത് 5 ആണ്. അപ്പം 1 പ്ലസ് ആകുമ്പോൾ നമ്മൾ റൈറ്റ് സൈഡ് എന്നുള്ള അർത്ഥത്തിൽ 5 എന്ന് കൊടുക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് ലിമിറ്റിംഗ് വാല്യൂ അപ്ലൈ ചെയ്യും. 1 എക്സിന് കൊടുക്കാം. -1 അല്ല, 1 മൈനസ് ആയത്. അപ്പം -1 ആരും ഇതിന് കൊടുക്കരുത്. നമുക്ക് 1 ആണ് കൊടുക്കേണ്ടത്. 1 എക്സിന് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 വരും. ഇനി 1 ഇവിടെ കൊടുക്കാൻ എക്സ് ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എന്താണോ അതവിടെ കൊടുക്കുക. ഇനി നമുക്കറിയാം 1ലേക്ക് ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. 1ലേക്ക് റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ 5 കിട്ടും. അപ്പം ലിമിറ്റ് ഡിഫറൻ്റ് ആയപ്പം തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ആയി. പിന്നെ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. ദെയർഫോർ എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റും. ഇനി നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. ഇതിൻ്റെ ഗ്രാഫ് വരുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ഗ്രാഫ് വരുന്നത്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അറിയാം 1ൽ കണ്ടിന്യൂറ്റിക്കാണല്ലോ ഇപ്പോൾ പ്രശ്നം വന്നിരിക്കുന്നത്, സ്പ്ലിറ്റിങ് വന്നിരിക്കുന്നത്. നമുക്ക് ഗ്രാഫ് വരയ്ക്കുമ്പോൾ അറിയാം 1ൻ്റെ ലെഫ്റ്റിലേക്ക് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെന്ന് പറയുമ്പോൾ 1ൻ്റെ ലെഫ്റ്റിലേക്ക് ഫംഗ്ഷൻ എക്സ് ആണ്, ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. 1ൻ്റെ റൈറ്റിലേക്ക് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ 5 ആണ് വരുന്നത്. എല്ലാവർക്കും 5 ആണ് വാല്യൂ വരുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ അറിയാം 1ൻ്റെ ലെഫ്റ്റ് ലിമിറ്റ് നമുക്ക് നോക്കാം. 1ൻ്റെ ലെഫ്റ്റിലാണ് 0 എടുക്കുന്നത്. 0ൽ ഫംഗ്ഷൻ്റെ വില 0. പിന്നെ 1/4 ഫംഗ്ഷൻ്റെ വില 1/4. 1/2 ആയപ്പോൾ 1/2 ആയി. 3/4 ആയപ്പോൾ 3/4 ആയി. അങ്ങനെ കൂടി 1 ആയപ്പോൾ 1 ആയി. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ലിമിറ്റ് 1 കിട്ടി. ഇനി 1ൻ്റെ റൈറ്റിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. 3 ആയപ്പം 5 ആയി. 2 ആയപ്പോഴും 5 ആണ്. 1.5 ആകുമ്പോഴും 5 ആണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോഴും 5 ആണ്. അതിൻ്റെ തൊട്ടിപ്പുറത്തേക്ക് വരുമ്പോഴും 5 ആണ്. അങ്ങനെ വരുമ്പോൾ എല്ലാം അത് 5 വരെ എത്തി നിൽക്കുന്നുള്ളൂ. അപ്പം റൈറ്റ് ലിമിറ്റ് 5ഉം ലെഫ്റ്റ് ലിമിറ്റ് 1ഉം ആയിപ്പോയി. നമുക്ക് അങ്ങനെയായിരുന്നു കിട്ടിയത്. റൈറ്റ് ലിമിറ്റ് 5ഉം ലെഫ്റ്റ് ലിമിറ്റ് 1ഉം ആയിരുന്നു കിട്ടിയത്. അപ്പോൾ ബ്രേക്ക് ഉണ്ടെങ്കിൽ ബ്രേക്ക് ഉണ്ടാവാനുള്ള സാധ്യത എവിടെയാണ് വരുന്നത്? ഈ സ്പ്ലിറ്റ് വരുന്നത് എവിടെയാണോ അവിടെയാണ് ബ്രേക്ക് ഉണ്ടാവാനുള്ള സാധ്യത. അപ്പോൾ സ്പ്ലിറ്റ് വരുന്നിടത്ത് നമ്മൾ ചെയ്യുമ്പം രണ്ടാമത്തെ ഡെഫിനിഷൻ ഉപയോഗിച്ച് വേണം ചെയ്യാനായിട്ട്. അല്ലാത്തടത്ത് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഡെഫിനിഷൻ യൂസ് ചെയ്ത് വേണം ചെയ്യാനായിട്ട്. ഇനി സ്പ്ലിറ്റ് ഒന്നും ഇല്ലാത്ത നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഫസ്റ്റ് ഡെഫിനിഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ
ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി ഓഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്. ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 2 അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. കണ്ടിന്യൂറ്റി നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് ഈ ഫംഗ്ഷൻ എവിടെയൊക്കെയാണ് കണ്ടിന്യൂസ്, എവിടെയൊക്കെയാണ് ഡിസ്കണ്ടിന്യൂസ് എന്ന് ചെക്ക് ചെയ്യുക. തൊട്ട് മുമ്പ് വരെ ചെയ്ത പ്രോബ്ലംസ് വെച്ച് നമുക്കറിയാം കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് 1-ലാണ്. ബാക്കി എല്ലായിടത്തും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. സ്പ്ലിറ്റ് ഇല്ലാത്തടത്തെല്ലാം ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ 1-ലാണ് കണ്ടിന്യൂറ്റി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമ്മൾ ആൻസർ എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. സ്പ്ലിറ്റ് വരുന്നത് 1-ലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഡൊമൈൻ പോകുന്നത്. ഇനിയും എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, 1-നെക്കാട്ടിലും വലിയ എക്സുകൾക്ക്, 1-നെക്കാട്ടിലും വലിയ ആൾക്കാർക്ക് ഫംഗ്ഷൻ വരുന്നത് എക്സ് പ്ലസ് 1 ആണ്. ലെസ് ദാൻ 1 ആണെങ്കിൽ 1ൻ്റെ താഴോട്ട് വരുമ്പം ഫംഗ്ഷൻ വരുന്നത് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ഇതൊന്ന് ആദ്യമേ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് 1ൻ്റെ റൈറ്റ് സൈഡിലേക്ക് ഏത് പോയിൻ്റ് എടുത്താലും അവിടെ എല്ലാം ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ് വരുന്നത്. അതുകൊണ്ട് അത് കണ്ടിന്യൂസ് ആയിരിക്കും. 1ൻ്റെ ലെഫ്റ്റിലേക്ക് ഏത് പോയിൻ്റ് എടുത്താലും അവിടെ എല്ലാം വരുന്നതും പോളിനോമിയൽ ഫംഗ്ഷൻ ആയിരിക്കും. അവിടെയും കണ്ടിന്യൂസ് ആയിരിക്കും. നമ്മൾ ഗ്രാഫ് പ്രത്യേകിച്ച് വരച്ച് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ഇങ്ങനെ യു ഷേപ്പായിട്ടോ ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ 1ൻ്റെ റൈറ്റ് സൈഡിലേക്ക് എപ്പോഴും കണ്ടിന്യൂസ് ആയിരിക്കും, 1ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കണ്ടിന്യൂസ് ആയിരിക്കും. പിന്നെ സ്പ്ലിറ്റ് വരാൻ സാധ്യതയുള്ളത് 1-ലായിരിക്കും. ചിലപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ടും പോവാട്ടോ, ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഗ്രാഫ്. അപ്പോൾ സ്പ്ലിറ്റ് വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, വരാൻ സാധ്യതയുള്ളത് 1-ലാണ് എന്നാണ് പറയുന്നത്. ഇതാണ് ഗ്രാഫെന്ന് നിർബന്ധമൊന്നുമില്ല, ജസ്റ്റ് ഒരു ഇലസ്ട്രേഷൻ പോലെ വരച്ചു തന്നേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത് 1-ലുള്ള കണ്ടിന്യൂറ്റി മാത്രം നമ്മൾ ചെക്ക് ചെയ്താൽ മതി. അപ്പം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1, അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 സ്പ്ലിറ്റ് ഉള്ളിടത്ത് നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? ലിമിറ്റ് എക്സ് ടെൻസ് ടു സി മൈനസ് എഫ് ഓഫ് എക്സ്, നമ്മുടെ രണ്ടാമത്തെ ഡെഫിനിഷൻ. സി മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു സി പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, എഫ് ഓഫ് 1 കണ്ടുപിടിക്കുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം 1 മൈനസ് എന്ന് പറയുമ്പം 1ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ എക്സ് സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് 1 വരും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എന്ന് പറയുമ്പം 1ൻ്റെ റൈറ്റ് സൈഡിൽ എക്സ് പ്ലസ് 1 ആണ് ഫംഗ്ഷൻ വരുന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു, ഇനി ഇവർ ഈക്വൽ ആയാൽ ഇതിലേക്ക് പോയാൽ മതി, ഇല്ലെങ്കിൽ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ വരുമ്പം 1 മൈനസ് ആണ്, പക്ഷേ -1 അല്ല ഇട്ട് കൊടുക്കേണ്ടത്. അത് ആ ലെഫ്റ്റിൽ നിന്ന് 1-ലേക്ക് എന്നുള്ള അർത്ഥത്തിലാണ് 1 ആണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. 1 ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? 1 സ്ക്വയർ പ്ലസ് 1 ഈസ് ഈക്വൽ ടു 1 പ്ലസ് 1 2 വരും. ഇനി ഇവിടെ 1 ഇട്ട് കൊടുക്കുമ്പോൾ 1 പ്ലസ് 1 ഈസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് ഇതിലേക്ക് പോകും. എഫ് ഓഫ് 1 എന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇപ്പോൾ ഈക്വൽ ടു വന്നിരിക്കുന്നത് ഇവിടെയാണ്. അപ്പം 1-ലെ ഫംഗ്ഷൻ എക്സ് പ്ലസ് 1 ആണ്. അപ്പം 1 പ്ലസ് 1 ഇസ് ഈക്വൽ ടു 2 വരും. അപ്പോൾ നമുക്ക് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 1 എന്ന് കിട്ടിയതുകൊണ്ട് എഫ് ഈസ് കണ്ടിന്യൂവസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 എന്ന് എഴുതാൻ പറ്റും. അപ്പം 1-ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓൾറെഡി നമുക്കറിയാം -∞ മുതൽ 1 വരെ, 1-ലാണല്ലോ ആ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ -∞ മുതൽ 1 വരെ പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് അവിടെ കണ്ടിന്യൂസ് ആണെന്നറിയാം. -∞ 1-ൽ എഫ് ഈസ് കണ്ടിന്യൂസ് സിൻസ് എക്സ് സ്ക്വയർ പ്ലസ് 1 ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. അതുപോലെ 1-ലും in 1 f is continuous since x plus 1 is a polynomial function. അതുപോലെ x is equal to 1-ലും f is continuous. അത് നമ്മളിപ്പം പ്രൂവ് ചെയ്തതാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? f is continuous
എവരിവെയർ എന്ന് പറയാൻ പറ്റും. ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവേണ്ടത് 1-ലായിരുന്നു. അവിടെയും ഡിസ്കണ്ടിന്യൂറ്റി ഇല്ല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പിന്നെ ഇൻ്റർവെല്ലിൽ കണ്ടിന്യൂസ് ആണെന്നുള്ള കാര്യം ഈ റീസൺ കൊണ്ട് ആണ്. ഇനി 1-ലും കണ്ടിന്യൂസ് ആയതുകൊണ്ട് ത്രൂ ഔട്ട് ഡൊമെയിനിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ സ്പ്ലിറ്റ് തന്നെയാണ്. സ്പ്ലിറ്റ് വരുന്നത് 0-ലും സ്പ്ലിറ്റ് ഉണ്ട്, 1-ലും സ്പ്ലിറ്റ് ഉണ്ട്. ഇതുപോലെ 3 ഫംഗ്ഷൻസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ സ്പ്ലിറ്റ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ആദ്യത്തെ സ്പ്ലിറ്റ് വരുന്നത് 0-ലാണ്, പിന്നത്തെ സ്പ്ലിറ്റ് വരുന്നത് 1-ലാണ്. അപ്പം ഇവിടെ എക്സ് ലെസ് ദാൻ 0-നേക്കാളും ചെറിയ ആൾക്കാരിലെല്ലാം ഫംഗ്ഷൻ വരുന്നത് 2x. 0-ക്കും 1-നും ഇടയ്ക്ക് ഫംഗ്ഷൻ വരുന്നത് 0. പിന്നെ എക്സ് ഗ്രേറ്റർ ദാൻ 1-ൻ്റെ അപ്പുറത്തേക്ക് ഫംഗ്ഷൻ വരുന്നത് 4x. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഫംഗ്ഷൻ തന്നിരിക്കുന്നത്. ഇനി സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 0-ലും 1-ലുമാണ്. അപ്പോൾ നമ്മൾ എക്സ് ഈസ് ഈക്വൽ ടു 0-ലും എക്സ് ഈസ് ഈക്വൽ ടു 1-ലും മാത്രം കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. കാരണം ഫംഗ്ഷൻ 0-യുടെ ലെഫ്റ്റിലേക്ക് 2x. നമുക്ക് ആദ്യം എഴുതാം. -∞ മുതൽ ഇവിടെ ആരുണ്ട്? -∞ ഉണ്ട്, അവിടെ +∞ ഉണ്ട്. അപ്പോൾ -∞ മുതൽ 0 വരെ ഫംഗ്ഷൻ ഈസ് എ പോളിനോമിയൽ, അല്ലെങ്കിൽ എഫ് ഈസ് കണ്ടിന്യൂസ് സിൻസ് 2x ഈസ് എ പോളിനോമിയൽ ഫംഗ്ഷൻ. അതുപോലെ ഇൻ 0-1 ഇൻ്റർവെൽസ് എല്ലാം ഓപ്പൺ ഇൻ്റർവെൽസാണ്. 0-1ലും എഫ് ഈസ് കണ്ടിന്യൂസ് സിൻസ് അവിടെ 0 എന്ന് പറയുന്നത് ഈസ് എ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ. അതുപോലെ 1-∞ ഇൻ 1-∞ എഫ് ഈസ് കണ്ടിന്യൂസ് സിൻസ് അവിടെ 4x ഈസ് എ പോളിനോമിയൽ. അപ്പം ഇവിടെയും കണ്ടിന്യൂസ് ആണ്. 0-ലും 1-ലും മാത്രം നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. അപ്പം സ്പ്ലിറ്റ് വരുമ്പം നമ്മൾ രണ്ടാമത്തെ ഡെഫിനിഷനാണ് യൂസ് ചെയ്യുന്നത്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0-യോട് ഈക്വൽ ആവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. എക്സ് ഇസ് ഈക്വൽ ടു 1 ആണെങ്കിലോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സും ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സും എഫ് ഓഫ് 1-നോട് ഈക്വൽ ആവുന്നുണ്ടോ എന്ന് നോക്കാം. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്താ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുമ്പം 0 മൈനസ് എന്ന് പറയുമ്പോൾ 0-യുടെ ലെഫ്റ്റിൽ ഫംഗ്ഷൻ വരുന്നത് 2x. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് വരുമ്പം 0-യുടെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ വരുന്നത് 0. ഇനി 0 എക്സിൻ്റെ അകത്തിട്ട് കൊടുക്കുമ്പം 2 × 0 = 0 എന്ന് വരും. പിന്നെ 0 ഇട്ട് കൊടുക്കാൻ എക്സ് ഒന്നുമില്ല, 0 ആണ്, അപ്പോൾ 0 തന്നെ വരും. 0-ഉം 0 ഈക്വലായി, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വലായി. അപ്പോൾ നമ്മൾ എഫ് ഓഫ് 0 കൂടെ കണ്ടുപിടിക്കണം. ഇനി എഫ് ഓഫ് 0 വരുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ ഫംഗ്ഷൻ വരുന്നത് 0 ആണ്. അപ്പം എഫ് ഓഫ് 0-യും 0 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഇനി എക്സ് ഇസ് ഈക്വൽ ടു 1-ൽ ചെക്ക് ചെയ്യുമ്പം ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് 1-ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വില 0. ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് 1-ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ്റെ വില 4x ഇസ് ഈക്വൽ ടു 1 ഇട്ട് കൊടുക്കാൻ എക്സ് ഒന്നും ഇല്ല, 0 ആണ്, അപ്പോൾ 0 തന്നെ വരും. 1 ഇട്ട് കൊടുക്കാനായിട്ട് ഇവിടെ എക്സ് ഉണ്ട്, അപ്പോൾ 4 × 1 വരും. 4 × 1 4 വരും. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റ് ഈക്വൽ അല്ല, അപ്പോൾ തന്നെ നമുക്ക് കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു. പിന്നെ ഇതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ്. Therefore, f is not continuous at x is equal to 1. ഇങ്ങനെയാണ് നമുക്ക് കൺക്ലൂഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഇത് എഴുതി കഴിഞ്ഞിട്ട് എഴുതാം എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 0
എഫ് ഈസ് നോട്ട് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എഴുതാം 0യിൽ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അപ്പോൾ -∞ മുതൽ 1 വരെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, 1 മുതൽ ∞ വരെ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ്, 1ൽ ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആണ്. അങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്ത് വെക്കാം. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഈ ടൈപ്പ് പ്രോബ്ലംസ് സാധാരണ ഉള്ള വർഷങ്ങളിൽ ചോദിക്കാറുണ്ട് ഒരുപാട്. അപ്പോൾ ഇവിടെ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നാണ് ചോദ്യം. ഫൈൻഡ് ദ വാല്യൂ ഓഫ് കെ ഇഫ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 5ൽ കണ്ടിന്യൂസ് ആണ്. എക്സ് ഇസ് ഈക്വൽ ടു 5ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 5ലാണ്. കണ്ടിന്യൂസ് ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 5 എന്ന് എഴുതാം. ഇത് നമുക്ക് വേണ്ട. ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടിന്യൂസ് ആണെങ്കിൽ സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സ്. സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 5, ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയിരിക്കും. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് എഫ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് എഫ് ഓഫ് എക്സും കണ്ടുപിടിക്കുക. ഇവിടെ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 5ലാണ്. 5ൻ്റെ ലെഫ്റ്റിലേക്ക് ഫംഗ്ഷൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5ൽ ഫംഗ്ഷൻ വന്നിരിക്കുന്നത് കെ എക്സ് പ്ലസ് 1 ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 5 എന്ന് പറയുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ഫംഗ്ഷൻ വന്നിരിക്കുന്നത് 3x മൈനസ് 5 ആണ്. അപ്പം 5ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 മൈനസ് 5ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ കെ എക്സ് പ്ലസ് 1 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 5 പ്ലസ് 5ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ 3x മൈനസ് 5 ആണ്. ഇനി നമ്മൾ ഈ എക്സിൻ്റെ സ്ഥാനത്തേക്ക് 5 ഇട്ട് കൊടുക്കും. 5 ഇട്ട് കൊടുക്കുമ്പോൾ എന്താവും? 5k പ്ലസ് 1 ആണ്. എക്സിൻ്റെ സ്ഥാനത്തേക്ക് 5 ഇട്ട് കൊടുക്കുമ്പം 3 × 5 15 മൈനസ് 5 ഇസ് ഈക്വൽ ടു 10 എന്ന് വരും. ഇനി ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആണെന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? 5k പ്ലസ് 1 ഇസ് ഈക്വൽ ടു 10 എന്ന് എഴുതാം. അല്ലെങ്കിൽ 5k ഇസ് ഈക്വൽ ടു 10 മൈനസ് 1 എന്ന് വരും. 5k ഇസ് ഈക്വൽ ടു 9 ആണ്. k ഇസ് ഈക്വൽ ടു 9/5 ആണ്. ഇതുപോലത്തെ കെ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അകത്ത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റും. അടുത്തത് ഇതുപോലെ തന്നെ ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെ എയുടെയും ബിയുടെയും വില കണ്ടുപിടിക്കാനായിട്ടാണ് ചോദ്യം. ഇനി ഇവിടെ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് 2ലും 10ലുമാണ്. നമുക്ക് ആദ്യം ഫംഗ്ഷൻ എഴുതാം. 2ലും 10ലുമാണ് സ്പ്ലിറ്റ് വന്നിരിക്കുന്നത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ 5 ആണ്. 2ൻ്റെയും 10ൻ്റെ ഇടയ്ക്ക് ഫംഗ്ഷൻ വന്നിരിക്കുന്നത് ax പ്ലസ് b ആണ്. എക്സ് ഗ്രേറ്റർ ദാൻ 10ൽ ഫംഗ്ഷൻ വന്നിരിക്കുന്നത് 21 ആണ്. ഇനി നമുക്കിവിടെ എയും ബിയും കണ്ടുപിടിക്കാനായിട്ട് നമുക്കറിയാം 2 അൺനോൺസ് ഉണ്ടെങ്കിൽ 2 ഇക്വേഷൻസിലേക്ക് നമ്മൾ എത്തണം. ആ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോഴാണ് നമുക്ക് 2 അൺനോൺസ് കിട്ടുന്നത്. അപ്പോൾ ഈ 2 ഇക്വേഷൻസ് നമുക്ക് എവിടെ നിന്ന് കിട്ടും? നമുക്കറിയാം ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ ദ ഈസ് എ കണ്ടിന്യൂവസ് ഫംഗ്ഷൻ. കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്പ്ലിറ്റ് വന്നിരിക്കുന്നത് എക്സ് ഇസ് ഈക്വൽ ടു 2ലും എക്സ് ഇസ് ഈക്വൽ ടു 10ലുമാണ്. നമുക്കറിയാം ലിമിറ്റ് 2ലും ത്രൂ ഔട്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 2ലും 10ലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ലിമിറ്റ് എക്സ് ടെൻസ് ടു 10 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 മൈനസ് 2ൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഫംഗ്ഷൻ 5 ആണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 പ്ലസ് 2ൻ്റെ റൈറ്റ് സൈഡിൽ ഫംഗ്ഷൻ വരുന്നത് ax പ്ലസ് b ആണ്.
നമ്മൾ ഈ 2 5ൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാൻ എക്സ് ഇല്ല ഇട്ട് കൊടുക്കാനായിട്ട്, അപ്പോൾ 5 തന്നെ വരും. ഇവിടെ 2 ഇട്ട് കൊടുക്കുമ്പം 2a + b എന്ന് വരും. ഇനി ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്തെഴുതാം? 5 = 2a + b എന്ന് എഴുതാം. നമുക്ക് എന്തെഴുതാം? 5 = 2a + b എന്ന് എഴുതാം. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി ഇവിടെ ലിമിറ്റ് x → 10 - f(x) കണ്ടുപിടിക്കുക, ലിമിറ്റ് x → 10 + f(x) കണ്ടുപിടിക്കുക. ലിമിറ്റ് x → 10 - 10ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് ax + b ആണ് വരുന്നത്. ലിമിറ്റ് x → 10 + 10ൻ്റെ റൈറ്റ് സൈഡിലേക്ക് 21 ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ 10 എക്സിന് ഇട്ട് കൊടുക്കുമ്പം 10a + b എന്ന് വരും. ഇവിടെ 10 ഇട്ട് കൊടുക്കാനായിട്ട് x ഇല്ല, അപ്പം 21 തന്നെ വരും. 10ൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആയതുകൊണ്ട് 10a + b = 21 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. 10a + b = 21. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ 2 ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ആ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമല്ലോ, അതുപോലെ സോൾവ് ചെയ്താൽ മതി. ഇത് സോൾവ് ചെയ്യാനായിട്ട് (2a + b = 5) എന്നും 10a + b = 21 ഉണ്ടെന്നറിയാം. ത്രൂ ഔട്ട് ഒരു മൈനസ് ശേഷം നമ്മൾ മൾട്ടിപ്ലൈ ആണ്. അപ്പം താഴെ മൈനസ് വരും, ഇവിടെ മൈനസ് വരും, ഇവിടെ മൈനസ് വരും. 2a - 10a - 8a, b - b 0 വന്നു. 5 - 21 - 16 വന്നു. അപ്പം a = -16 / -8 വരും. മൈനസ് കട്ടായി 16 8 ക്യാൻസൽ ആകുമ്പോൾ 2. അപ്പോൾ എയുടെ വില 2 എന്ന് കിട്ടി. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷൻ എടുക്കാം. ഫസ്റ്റ് ഇക്വേഷൻ്റെ അകത്തുനിന്ന് നമുക്ക് b എന്താണെന്ന് അറിയാം. 5 - 2a ആണെന്നറിയാം. 5 - 2 × 2 ആണെന്നറിയാം. 5 - 4 വരും. 5 - 4 = 1. അപ്പോൾ a = 2, b = 1 എന്ന് വരും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഫങ്ഷൻ ത്രൂ ഔട്ട് കണ്ടിന്യൂസ് ആണ്. അപ്പം 2ലും 10ലും എല്ലാം കണ്ടിന്യൂസ് ആയിരിക്കും. 2ൽ കണ്ടിന്യൂസ് ആണെങ്കിൽ 2ൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കും. 10ൽ കണ്ടിന്യൂസ് ആയതുകൊണ്ട് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും സെയിം ആയിരിക്കും. അപ്പോൾ 2ൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിച്ച് അത് ഈക്വൽ ആണെന്നുള്ളത് വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ കിട്ടും. 10ൽ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെന്നുള്ളത് വെച്ചിട്ട് നമുക്ക് മറ്റൊരു ഇക്വേഷൻ കിട്ടും. ആ 2 ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പം നമുക്ക് എയുടെയും ബിയുടെയും വില കണ്ടുപിടിക്കാൻ പറ്റും.